ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് SUV ആണ് എൻ്റെ പുറയിൽ കിടക്കുന്നത്. ഗൈസ്, ദിസ് ഈസ് ദ GMC Hummer EV3X. ഇതിപ്പം കാനഡയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ വൺ ആൻഡ് ഒൺലി വെഹിക്കിളാണ് നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഓൺ ചെയ്യുന്നത് നമ്മുടെ ഗ്രേ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഫേമിൽ അതിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ അവർ ഇവിടെ നിന്നുണ്ടായിരുന്നു, ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ അൺവീലിംഗ് നമ്മുടെ ഈ ഒരു ഫോറം മോള് കൊച്ചിയിൽ വെച്ചിട്ട് ഇന്ന് നടന്നു. അപ്പം ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കാണുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിനക്കിൾ നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജിയിൽ ഇതിലില്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇപ്പം വേറെ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അത്രയ്ക്ക് ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഈ കിടക്കുന്നത്. 0 to 100 കിലോമീറ്റർ എത്താൻ ഇതിന് വെറും 3 സെക്കൻഡ്സ് മാത്രം മതി. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 200 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. 830 BHP ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 3 ഇലക്ട്രിക് മോട്ടേഴ്സാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, ക്രാബ് വോക്ക് പോലുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് SUV ആണ് ഈ കിടക്കുന്നത്, ഹമ്മർ എന്ന് പറയുന്നത്. ഓൾറെഡി ഹമ്മറിനെ പറ്റി നമുക്കറിയാം. ഇലക്ട്രിക്കിന് മുമ്പുള്ള ഹമ്മർ ആണെങ്കിൽ തന്നെ ഭയങ്കര ഐക്കോണിക് വെഹിക്കിളായിരുന്നു. അതേപോലുള്ളൊരു ഐക്കോണിക് ഇലക്ട്രിക് ഹമ്മറാണ് ഈ കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റാൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോസിലോ ഫോട്ടോസിലോ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാതെ നേരിട്ട് വന്ന് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചറ്റത്താണ് ഈ ബോണറ്റ് നിൽക്കുന്നത്. അമ്മാതിരി ഹൈറ്റാണ്. ഇതിൻ്റെ ടോപ്പ് എനിക്ക് കാണാൻ സാധിക്കില്ല. ഞാനിത് കഴികള എന്തൊക്കെ ഉണ്ടെന്നുണ്ട് ഏണി വെച്ചിനെ മേളിൽ കയറേണ്ടി വരും. അതുപോലെ ഹൈറ്റും വലിപ്പമുള്ള ഒരു ബീസ്റ്റ് ഓഫ് എ മെഷീനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വാഹനം ഒന്ന് അടുത്ത് കണ്ടിട്ട് വാ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓണേഴ്സിനെ പറ്റി ചോദിക്കാൻ നമുക്ക് ഈ വാഹനം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഭാവിയിൽ വരുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ വണ്ടി എൻജോയ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.